ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മുത്തുമണി. ഞാൻ ഇന്ന് ഒരു കൊച്ചു കുക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓമയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ പായസമുണ്ട്, സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അമ്മൂമ്മ ഉണ്ടാക്കുകയാണ്, നമുക്കത് കാണാം. 2 കവറ് സേമിയ മിക്സ്, 2 കവർ പാല് കഴിഞ്ഞിട്ട് മിക്സഡാണ്. അതിട്ട് കൊടുത്തു. നീ ഇളക്കണേ. അതിൽ നിന്ന് ഈ ഓമയ്ക്കത്തോരൻ നോക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ തോരൻ, ഓമയ്ക്കത്തോരൻ. കടുക് ഇട്ട് കൊടുക്കാം. കടുക്, കരിവേപ്പില, നല്ലവണ്ണം ഇളക്കിക്കൊടുക്കും. ഓമയ്ക്കത്തോരൻ ഈസിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. പായസം ഇളക്കണേ. ഓണത്തിന് ഞങ്ങൾ പായസം ഉണ്ടാക്കിയില്ല. അതിൻ്റെ സ്പെഷ്യലായിട്ട് ഇന്ന് കൊച്ചുമക്കൾക്ക് പായസം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുക. പെട്ടെന്ന് കടുക് വറുത്ത് കടുക് മൂപ്പിച്ച്, എന്നിട്ട് വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചതച്ചിട്ട് കടുക് വറുത്തതിന് ശേഷം ഇതിലോട്ട് ഇടുക. മിക്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് മൂക്കണം. ഞാനിങ്ങനെയാണ് തോരൻ വയ്ക്കുന്നത്. തേങ്ങ പച്ച ചാണം കളഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് മൂത്ത് കഴിയുമ്പോൾ ഓമയ്ക്ക അരിഞ്ഞത് കുറഞ്ഞ് ഏത് തോരൻ വെച്ചാലും ഇങ്ങനെ ട്രൈ ചെയ്യാൻ നല്ലത്. ചതയ്ക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തോരൻ അരിഞ്ഞ് വെച്ചേക്കുന്നത് നല്ല ടേസ്റ്റ് കൊടുക്കും. ഇട്ട് വെച്ചോളെ കട്ടട്ടോ. അത്തിരി ഉടങ്ങിയോ? കുറച്ചൊന്ന് നല്ല മൂക്കുന്ന പരുവത്തിൽ നല്ല ഇതായി.
വെള്ളം തോർന്നു തോർന്നനുസരിച്ച് ഞാൻ ഓമയ്ക്ക് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതിലേക്ക് ചീരപ്പൊടി ഇട്ട് പൊടി ഇട്ട് ഇളക്കിയാൽ മതി. നാളത്തേക്ക് കൂടെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിരുന്നാൽ മതി. കുറച്ച് രാത്രിക്ക് എടുത്തതിന് ശേഷം ബാക്കി വിളമ്പി കുറച്ച് മഞ്ഞൾ, സ്വല്പം മഞ്ഞളും കൂടെ ഇടാം. ഇതിന് മഞ്ഞൾ ഇടണം. ഞാനിങ്ങനെ ഓമയ്ക്ക തോരൻ വയ്ക്കുന്നു. കാബേജല്ല പിന്നെ ബീൻസ്, പയറ് തോരൻ, അമരയ്ക്ക എല്ലാം ഇങ്ങനെ വയ്ക്കാം. അടച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ ആവിയുണ്ട്. അതിൽ നിന്ന് വേണം അടയ്ക്കും പാത്രം വെക്കണം. വലുതല്ല. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കേ, എന്നിട്ട് തീ ഉറച്ച് വയ്ക്കണം. ആവി വരുമ്പോൾ അപ്പോൾ ദേ ഗൈസ് ഇത് വെന്തിരിക്കുകയാണ്. തോരൻ റെഡിയാകും. ആവി ഉണ്ടാകും. പായസം അവിടെ റെഡി ആവുന്നു. അത് എന്തുവാ കാണിക്കല്ലേ, ഞാൻ കൊണ്ടുപോയി നോക്കട്ടെ. അടച്ചു വെച്ചു. അടച്ചു വെക്കണം. അതേ ഗായ്സ് നമ്മുടെ തോരൻ റെഡിയായി. തീ ഓഫാക്കി. എന്താ തോരൻ നടക്കുന്നു? വെള്ളം ഒഴിച്ചതേ ഇല്ല, വെള്ളം ഒഴിക്കുകയേ വേണ്ട. ആവി നിന്ന് ആവി കൊണ്ടിട്ടാണ് അങ്ങനെ എല്ലാം ഉണ്ട്. ഹായ്, എൻ്റെ കൊച്ചുമക്കൾക്ക് തോരൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ തോരനുമായി ഓമയ്ക്ക തോരൻ പെട്ടെന്നുണ്ടാക്കി രാത്രി. അപ്പോൾ ഗായ്സ് ഇതാണ് ഞങ്ങളുടെ അടുക്കള. അമ്മൂമ്മ പറഞ്ഞു ഒന്ന് അടുക്കള ഒന്ന് എടുക്കാൻ പറഞ്ഞു. ഞാൻ നാളേക്ക് എടുത്തതാണ്, ഞാനൊന്ന് എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തു. ദേ ആദ്യം ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇത് ബാക്ക് വശം കയറി വരുമ്പോൾ തന്നെ ദേ എല്ലാം ഉണ്ട്. അടുപ്പുണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. സിങ്ക്, പൈപ്പ് വെച്ചിട്ടില്ല. അതെ, കുറച്ച് പണിയും കൂടെ പൈപ്പ് വെക്കാനുണ്ട്. പിന്നെ കുറച്ച് കുറേ ഇത് പുതിയ വീട് തന്നെയാണ്. അതെ,
തീ കത്തിക്കുന്ന അവിടെ 3 അടുപ്പുണ്ട്. പിന്നെ അതെ ഗ്യാസ്, ഇവിടെ പൊടികളെല്ലാം വെച്ചിരിക്കുന്നു. ഇവിടെ പാത്രങ്ങൾ കുറച്ചൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഇത് പാചകം പോലെ. പിന്നെ ദേ ഇവിടെ ഈ താഴെയും പാത്രം വെച്ചിട്ടുണ്ട്. അവിടെ ഗ്യാസ് കുത്തി വെക്കാനുള്ള സ്ഥലം. പിന്നെ ഇവിടെ ഒരു ചെറിയ ബക്കറ്റുകളും ഇതിൽ അരി സാധനങ്ങൾ അങ്ങനെയൊക്കെ ഇടുന്ന തേങ്ങ, പിന്നെ ഇവിടെ ഉള്ളി സവാള അങ്ങനെയൊക്കെ ഇടുന്നതാണ്. മിക്സി, പിന്നെ ഒരു ഫ്രിഡ്ജുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഗ്ലാസ് വെക്കാനും കുറച്ച് കുപ്പി ഗ്ലാസ് അങ്ങനെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു തട്ടുമുണ്ട്. അതേ ഒരു ആ ഇത് ഫുള്ളും ഇത് എൻ്റെ മാമൻ്റെ വീടാണ്. എല്ലാം പിന്നെ അങ്ങോട്ട് ഇടനാഴി ഞാൻ അന്ന് ഹോം ടൂർ കാണിച്ചതാണ്. കാണാത്തവനാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. ഇതാണ് ഫുള്ള് ആയിട്ടുള്ളത്. കുഞ്ഞടുക്കളയാണ്. ഇതേ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇത്രയുണ്ട്. ടൈലാണ്. തോരൻ എൻ്റെ കൊച്ചുമക്കൾക്ക് പായസം റെഡി. തോരൻ ഉണ്ടാക്കി രാത്രിത്തേക്ക് എന്താ ഇങ്ങനെ തോന്നിക്കാണ്. ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ. തോരൻ മധുരം എല്ലാം നല്ല. ഓക്കെ. ഓക്കെ ഓക്കെ സൂപ്പർ സൂപ്പർ.